ഇറാന്റെ തിരിച്ചടി ഭീഷണിയെ തുടർന്ന് ഇസ്രായേലിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനം ഒരുക്കാൻ വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചു. പ്രത്യേകമായിരിക്കുന്ന സ്ക്വാഡിനെ ഇതിനെ ഏർപ്പാടാക്കിയതായിരിക്കുന്ന വിവരമാണ് ഇസ്രായേലിൽ നിന്ന് പുറത്തു വരുന്നത്. യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്ക ആക്രമിക്കണം എന്നാണ് ഇസ്രായേലിൻ്റെ താല്പര്യം. എന്നാൽ അതിന് തിരിച്ചടി ഉണ്ടാവുക ഇസ്രായേലിലേക്കാണ് എന്നൊരു മുന്നറിയിപ്പ് ഇറാൻ നൽകിയതോടുകൂടിയാണ് പ്രതിരോധ സംവിധാനങ്ങൾ കുറ്റമറ്റ രീതിയിലാക്കുന്നതിനെക്കുറിച്ചെല്ലാം ഇസ്രായേൽ ഇപ്പോൾ വലിയ രീതിയിൽ നിർദ്ദേശം നൽകിയിരിക്കുന്ന വിവരം പുറത്തു വന്നത്. അഥവാ അവരുടെ അയൺ ഡോം മാത്രമല്ല, അമേരിക്കയുടെ ആരോ 3 വീണ്ടും ഇറക്കുമതി ചെയ്യണം എന്ന അഭിപ്രായം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ്. ആരോ 3 ഏതെങ്കിലും അറേബ്യൻ രാജ്യങ്ങളിൽ ഉണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് വാങ്ങുന്നതിനെക്കുറിച്ചും ആലോചിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം 3 ആരോ 3 എന്ന പ്രതിരോധ സംവിധാനമാണ് UAEയുടെ കൈവശത്തിൽ നിന്ന് അമേരിക്ക വാങ്ങിയിട്ട് ഇസ്രായേലിന് നൽകിയത്. അത് തിരിച്ച് നൽകിയിട്ടില്ല എന്ന ഒരു അഭിപ്രായവും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരുന്നു. എന്നാൽ അത് പരാതിയായിട്ട് UAE പറഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അബുദാബിയുടെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു 3 ഈ ആരോ 3 ഉണ്ടായിരുന്നത്. അത് ഇറാനുമായിട്ടുള്ള വിഷയം, അതായത് ഹൂത്തി വിമതരുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായ സമയത്ത് അവർക്ക് അവരുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് സ്ഥാപിക്കപ്പെട്ടത്. പിന്നീട് അവരുമായി ഏറെക്കുറെ മധ്യസ്ഥ ചർച്ചകളൊക്കെ ഉണ്ടാവുകയും പ്രശ്നങ്ങൾ അവസാനിക്കുകയും ചെയ്തതോട് കൂടിയിട്ടാണ് ഇത് അമേരിക്ക ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഇറാൻ്റെ ഭീഷണിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലനിൽക്കുന്നത് ഇസ്രായേലാണ് എന്നതിനാൽ തൽക്കാലത്തേക്ക് നൽകണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് ഇപ്പോഴും ഇസ്രായേലിൻ്റെ കൈവശത്തിൽ ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ അടുത്ത ഘട്ടമായ രീതിയിൽ ഇസ്രായേൽ അമേരിക്കയോട് ഇപ്പോൾ ആരോ 3 പ്രതിരോധ സംവിധാനം വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാര്യം യുദ്ധം വരുന്ന സമയത്ത് ഏത് ഭാഗത്തേക്ക് എങ്ങനെ എന്ന് പറയാൻ പറ്റാത്ത വിധം നിലക്കാത്ത ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാകും എന്നാണ് ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് ഇപ്പോൾ ഇസ്രായേൽ ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. പ്രതീക്ഷിക്കുന്ന തരത്തിലായിരിക്കില്ല. കാര്യമെന്ന് പറഞ്ഞാൽ എത്രത്തോളം പ്രതിരോധ സംവിധാന ശക്തികൾ ഇസ്രായേലിനുണ്ട് എന്നുള്ളത് ഇറാൻ മനസ്സിലാക്കിയിരിക്കുന്നു. അവരുടെ ആയുധങ്ങൾക്ക് എത്രത്തോളം ശക്തി ഉണ്ട് എന്ന് അതും അവർ മനസ്സിലാക്കിയിരിക്കുന്നു. കാരണം 12 ദിവസം നീണ്ടു നിന്ന യുദ്ധത്തിൽ എങ്ങനെയൊക്കെ ഇസ്രായേലിനെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കും എന്ന് കൃത്യതയോടുകൂടി പഠിച്ചൊരു രാജ്യം കൂടി ആണ് ഇറാൻ. അതുകൊണ്ട് അവരങ്ങനെ നിസ്സാരമാക്കിയിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളിടത്താണ് ഇസ്രായേൽ ഉള്ളത്. അതുകൊണ്ട് സൈനികരോടൊക്കെ ഇപ്പോൾ റിസർവ് സൈനികരോടടക്കം യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടാവുകയാണെങ്കിൽ സജീവമായിട്ട് നിൽക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. എന്നാൽ പല സൈനികരും യുദ്ധവുമായി ബന്ധപ്പെട്ട് റിസൈൻ ചെയ്തിരിക്കുന്നു എന്ന അഭിപ്രായം പുറത്തു വരുന്നു. പക്ഷേ റിസൈനൊന്നും ഇസ്രായേൽ സർക്കാർ സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ തന്നെ നിലവിൽ സൈനികരുടെ ഷോർട്ടേജ് ഇസ്രായേലുണ്ട്. കാരണം ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവിടെ യുദ്ധം ചെയ്യാൻ താല്പര്യമില്ലെന്ന് എഴുതി കൊടുത്തവരാണ് ഏകദേശം 30% ഇസ്രായേലി സൈനികരും. പക്ഷേ അത്തരം സൈനികർക്കൊക്കെ അവർ ഇപ്പോൾ ലീവ് കൊടുക്കുന്നൊരു സ്ഥിതി ഉണ്ടായാൽ പിന്നീടുള്ള പിന്നീടുള്ള വിഷയങ്ങൾ ഗസക്കകത്ത് അവസാനിക്കാത്ത തരത്തിൽ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരം വിഷയത്തിൽ നിന്നെല്ലാം ഇപ്പോൾ ഇസ്രായേൽ സർക്കാർ കർശനമായിരിക്കും ചില ഉപാധികളും നിലപാടുകളും വെച്ചിരിക്കുന്നത് എന്നും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ വായിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഊന്നൽ നൽകുക, അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് പ്രത്യേകമായിരിക്കുന്ന രക്ഷാസേനയെ ഏൽപ്പിക്കുക, എല്ലാ ആയുധങ്ങളും വളരെ കൃത്യതയോടുകൂടി കൈകാര്യം ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പം നിലവിൽ ഇസ്രായേൽ ഒരുങ്ങുകയാണ് എന്നുള്ള റിപ്പോർട്ടാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അതോടൊപ്പം തന്നെ പ്രോക്സി വിഭാഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ തന്ത്രങ്ങൾ ഇസ്രായേൽ മെനയുന്നുണ്ട് എന്നുള്ളതും ആ കാര്യങ്ങളൊന്നും ഇപ്പോഴും പുറത്ത് വിട്ടിട്ടില്ല എന്നുമാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഇറാന് നേരെ ആക്രമണം ഉണ്ടായാൽ പ്രോക്സി വിഭാഗമായിരിക്കുന്ന ഹൂത്തികളും ഗസയിൽ നിന്ന് ഹമാസിൻ്റെ വിഭാഗവും ഈ ലെബനാനിൽ നിന്ന് ഹിസ്ബുള്ള വിഭാഗവും ഇറാഖിൽ നിന്ന് ഷിയ മിലീഷ്യകളും സംയുക്തമായ രീതിയിൽ ഇസ്രായേലിനെ ആക്രമിക്കും എന്ന റിപ്പോർട്ടും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു വ്യാപകമായിരിക്കുന്ന അതിർത്തിക്ക് അപ്പുറം വലിയ രീതിയിലുള്ള ആക്രമണം ഒരേ സമയത്ത് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വല്ലാത്ത രീതിയിൽ പ്രയാസം ഉണ്ടാകും എന്നുകൂടി ഇതിനോടനുബന്ധിച്ച് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുകയാണ്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അവരാലോചിക്കുന്നത് യുദ്ധം എങ്ങനെ ഒഴിവാക്കണം എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ്. കാര്യമെന്ന് പറഞ്ഞാൽ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അവസാന ഭാഗം എങ്ങനെയായിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് ഇപ്പോഴും സാധിക്കുന്നില്ല. അവരുടെ ഇൻ്റലിജൻസ് പോലും ഈ കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. അത് പ്രത്യേകം അവർ പറയുകയും ചെയ്യുന്നുണ്ട്, യുദ്ധാരംഭം പോലെ ആയിരിക്കില്ല യുദ്ധ അവസാനം ഉണ്ടാവുക, തുടങ്ങാൻ എളുപ്പമാണ്, അത് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് എന്നുള്ള അഭിപ്രായം ഇപ്പോൾ തന്നെ ഇൻ്റലിജൻസ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
ഇറാൻ്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പറയുന്ന സമയത്ത് ഇപ്പോൾ അവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലും വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ ഇറാൻ എടുത്തിരിക്കുന്നു. പ്രത്യേകിച്ച് കടലേരിയ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ആക്രമണം ഉണ്ടാവാൻ സാധ്യത എന്ന് മനസ്സിലാക്കുന്നു. അത് മറ്റന്നാൾ നടക്കുന്ന ജനീവയിലെ ഉച്ചകോടിയോടനുബന്ധിച്ച് അതിന് ഏകദേശം ഒരു തീരുമാനമാകും എന്നുള്ളതാണ്. ജനീവയിലെ ഉച്ചകോടി വിജയിച്ചിട്ടില്ലെങ്കിൽ തങ്ങൾ ആക്രമിക്കുമെന്നാണ് അമേരിക്ക ആവർത്തിച്ച് പറയുന്നത്. അമേരിക്കയുടെ ആക്രമണം അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്നുള്ളതും അത് ഒരു മേഖല മാത്രമല്ല സർവ്വ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങളുടെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടാവുമെന്ന് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. സൈനികർക്ക് അവിടുത്തെ മേധാവിയായിരിക്കുന്ന സുപ്രീം ലീഡറായിരിക്കുന്ന ആയത്തുള്ള അലി ഖംനായി പുതിയ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടാവുകയാണെങ്കിൽ പ്രത്യേക നിർദ്ദേശം ഖംനായിയുടെ ഭാഗത്ത് സുപ്രീം ലീഡറുടെ ഭാഗത്തുനിന്ന് ആവശ്യമില്ലെന്നും നേരിട്ട് കൊണ്ട് നിങ്ങൾക്ക് അതിൽ ഇടപെട്ട് ആവശ്യാനുസരണം ആയുധങ്ങൾ ഉപയോഗിക്കാം എന്നും യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു എന്നതിനാൽ സൈനികർക്ക് ഏറെക്കുറെ പൂർണ്ണമായിരിക്കുന്ന നിയന്ത്രണം ഇറാൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുകൂടിയാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ സൈനിക മേധാവിയുടെ നിർദ്ദേശപ്രകാരം യുദ്ധം ആരംഭിക്കാൻ വേണ്ടി സാധിക്കുന്ന വിധത്തിലുള്ള സംവിധാന കാര്യങ്ങൾ ഏറെക്കുറെ ഒരുങ്ങിയിരിക്കുന്നു എന്നുകൂടി നമുക്ക് ഇതിനോടനുബന്ധിച്ച് കൂട്ടി വായിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. പിന്നീട് ഒമാൻ ഇറാനോട് പറഞ്ഞിരിക്കുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. അത് അമേരിക്കക്കും ഇസ്രായേലിനും വേണ്ടിയിട്ടാണ്. അത് തങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ള കാര്യം ഇറാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ തങ്ങളത് തീരുമാനമായിട്ട് തന്നെ പറയും എന്നുള്ളതാണ് അവരുടെ പക്ഷം. പറയുന്ന കാര്യം ഇങ്ങനെയാണ്: പ്രോക്സി വിഭാഗത്തിന് വലിയ രീതിയിൽ പ്രോത്സാഹനം ഇറാൻ നൽകുന്നു, അത് അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. പ്രോക്സി വിഭാഗത്തിന് തങ്ങൾ തീർച്ചയായിട്ടും പ്രോത്സാഹനം നൽകുക എന്നുള്ളത് തങ്ങളുടെ ഒരു സഹോദര സ്ഥാപനമെന്നോ അല്ലെ സഹോദര സംഘം എന്നോ നിലക്ക് സ്വാഭാവികമായിട്ട് എല്ലാ രാജ്യങ്ങളും അവരുടേതായിരിക്കുന്ന വിഭാഗത്തിൽ നൽകുന്ന പോലെ അല്ലാതെ അതൊരു ആഭ്യന്തര വിഷയമായിട്ട് ഇടപെടാൻ വേണ്ടി മറ്റു രാജ്യത്തിന് അധികാരമില്ല എന്നവർ തുറന്നു പറഞ്ഞു. പിന്നെ അവിടെ പ്രക്ഷോഭകാരികളുമായി ബന്ധപ്പെട്ട് അവരെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം തങ്ങളുടെ ആഭ്യന്തര വിഷയമാണ്. ആഭ്യന്തര സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ മറ്റു രാജ്യത്തിൻ്റെ സഹായം ആവശ്യമില്ല എന്നുള്ളത് അവരും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ് പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്നാണ്. എങ്ങനെ നോക്കുകയാണെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനങ്ങൾ വലിയ ഭീതിയിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ അവിടെ നിന്ന് രാജ്യം വിട്ടുപോകുന്നവരുടെ എണ്ണം ഇസ്രായേൽ കൂടി വരുന്നു എന്നാണ്. ഇരട്ട പൗരത്വമുള്ളവർ, അതായത് യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഇസ്രായേലും കൂടി സംയുക്തമായ രീതിയിൽ ഇരട്ട പൗരത്വമുള്ള വിഭാഗത്തിൽ നല്ലൊരു വിഭാഗം ഇസ്രായേലിൻ്റെ പൗരത്വം അവസാനിപ്പിച്ചുകൊണ്ട് മറ്റ് ലോക രാജ്യങ്ങളിൽ അഭയം തേടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ ആരംഭകാലത്ത് 1948 ഇസ്രായേലിൻ്റെ ആരംഭകാലത്ത് അവർ ലോകത്തോട് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനമായിരിക്കുന്ന കാര്യം ലോകാടിസ്ഥാനത്തിലുള്ള ജൂത വിഭാഗങ്ങൾ ഒരുമിച്ച് കൊണ്ട് ഇസ്രായേലിലേക്ക് വരണം എന്നുള്ളതാണ്. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യണം? ഒരു ജൂതരാഷ്ട്രത്തിൻ്റെ സംയോജനം ഉണ്ടാക്കണം, അഥവാ ലോകത്തുള്ള എല്ലാ ജൂതന്മാരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു വേദിയാക്കിയിട്ട് ഇസ്രായേലിനെ മാറ്റണം എന്ന് പറയുകയും അതടിസ്ഥാനത്തിൽ ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ താമസിക്കുന്ന ആളുകൾ അവിടം വിട്ടുകൊണ്ട് ഇസ്രായേലിലേക്ക് വരികയും ചെയ്തിരുന്നു. ആ കാലഘട്ടവും ഏറെക്കുറെ വളരെ സന്തോഷകരമായിരിക്കുന്ന കാലഘട്ടമാണ് എന്നുമാണ് പറയപ്പെടുന്നത്. പിന്നീടുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ യുദ്ധവുമായിട്ട് 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് കുറേ പ്രദേശങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പോലും അന്ന് മുതൽ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേൽ കടുത്ത രീതിയിലുള്ള പ്രതിസന്ധി നേരിടുകയാണ്. പിന്നീട് 2023 ഒക്ടോബർ 7 ആയതോടുകൂടി അതിന് വലിയ രീതിയിലുള്ള മുന്നേറ്റം അവർക്കുണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. അങ്ങനെയാണ് ഹമാസ് ഇസ്രായേൽ കടന്നു കയറുന്നത്, വലിയ വെടിവെപ്പ് ഉണ്ടാകുന്നത്, ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അതിനോടനുബന്ധിച്ചാണ് ഉണ്ടായത് എന്ന് ചുരുക്കം. ഈ ഒരു സാഹചര്യം, ഈ ഒരു പ്രതിസന്ധിയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്ന് കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അഥവാ ജനങ്ങൾക്ക് ഗവൺമെൻറ്റിൽ വിശ്വാസമില്ല എന്നുള്ളത് ഏറെക്കുറെ ബോധ്യമായിരിക്കുന്നു എന്ന് ചുരുക്കം. അങ്ങനെ അവരുടേതായിരിക്കുന്ന രക്ഷപ്പെടൽ എന്ന രീതിയിൽ തന്നെ, അങ്ങനെ പറയുന്നില്ലെങ്കിൽ പോലും അവരുടേതായിരിക്കുന്ന മാർഗങ്ങൾ തേടി പോകുന്ന ഒരു സ്ഥിതി ഇസ്രായേൽ ഇപ്പോൾ ദൈനംദിനം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുകൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.